നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തുക. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉറങ്ങണം. ഏത്? TV, ടാബ്, മൊബൈൽ ഫോണ്, എല്ലാ ഗാഡ്ജറ്റുകളും നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങണം. പ്രൊജക്റ്റ് ചെയ്യാം മക്കള്, പ്രൊജക്റ്റ് ചെയ്തോട്ടെ, നിങ്ങൾ പോയി ഉറങ്ങരുത്. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം ഉറങ്ങിയിരിക്കണം. കാരണം മൊബൈൽ ഫോണിൽ അറിവിന്റെ അനന്ത സാധ്യതകളുണ്ട്. ഓരോ മൊബൈൽ ഫോണും ഒരു കമ്പ്യൂട്ടറാണ്. പക്ഷേ അതിനേക്കാൾ തോന്നിയാസത്തിന്റെയും അനന്ത സാധ്യതകളുണ്ട്. ഏതാ ആദ്യം മുമ്പിൽ വരിക? നിങ്ങളിപ്പോ 10 വിരലിൽ ബാൻഡേജ് ഇല്ലാതെ വന്നാൽ നിങ്ങളുടെ വിരലുകൾ ആരെങ്കിലും നോക്കിയോ? എന്നാൽ ഒരു വിരലിന് ബാൻഡേജ് ഇട്ട് നോക്കൂ, എല്ലാവരും അതാ നോക്കുക. അതുപോലെയാണ് മൊബൈൽ ഫോണിൽ അറിവ്. ഇതിൽ നല്ലതൊന്നും ആരും നോക്കൂല. ഇടക്കിടക്ക് ഓരോന്ന് ഇറങ്ങി വരും. വെറുതെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. പിന്നെ അതിലേ അങ്ങ് പോയാൽ പിന്നെ തിരിച്ചു വരിക എളുപ്പമല്ല. അതുകൊണ്ട് നല്ലതിനേക്കാൾ ചീത്ത മൊബൈൽ ഫോണുണ്ട്. അതുകൊണ്ട് അത് സംസ്കരിക്കാൻ, വേണ്ടതെടുത്ത് വേണ്ടത് ഒഴിവാക്കാനുള്ള തൻ്റെ ഇടം അവനുണ്ടാക്കുക. ആ മൊബൈൽ ഫോണുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല, ആ ഡിജിറ്റൽ സങ്കല്പ ലോകത്തിൽ അവൻ പോകാൻ കാരണം എന്താണെന്നറിയോ? ജൈവികമായ സങ്കല്പ ലോകം നിങ്ങളുടെ വീട്ടിൽ ഇല്ലാത്തതാണ്. നമ്മുടെ കുട്ടികളാകുമ്പോൾ എന്തൊക്കെ ഒരു ലഹരി വേണം. ലഹരി എന്താണ്? ഖരം, ദ്രാവകം, വാതകം, 3 ലഹരിയാണിപ്പോ പ്രചരിക്കുന്നത്. ഖരം മയക്കുമരുന്ന്, ദ്രാവകം മദ്യം, വാതകം പുക. എന്നാൽ ഭാവനയുടെ ലഹരിയുണ്ടോ? ഇത് ഒഴിവാകും. ലഹരി വേണം കുട്ടികൾക്ക്. മധുര സ്വപ്ന ശതാവലി പൂത്തൊരു മായാലോകത്തെത്തി ഞാൻ, അദ്വൈതാമല ഭാവസ്പന്ദിത വിദ്യുന്മേഖല പൂകി ഞാൻ. പോകാറുണ്ടോ? ചങ്ങമ്പുഴിയുടെ മനസ്സിനി വായിച്ചാൽ ആ ഭാവനയുടെ അദ്വൈതാമല ഭാവസ്പന്ദിത ലോകത്തെത്തിക്കാൻ നിങ്ങൾ കൂടെ നിൽക്കുക. ജൈവികവും ഭാവനാപൂർണവുമായ ലഹരി ഉപയോഗിക്കുക. എന്നാൽ ഈ ഖരദ്രാവക വാതക ലഹരി ഒഴിവാക്കുക. അവരെ മുഖത്തു നോക്കി, കണ്ണിൽ നോക്കി വർത്തമാനം പറയാ.